പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ച പാണക്കാട് മൊയ്ൻ അലി തങ്ങൾക്കെതിരെ ലീഗ് പ്രവർത്തകന്റെ വധഭീഷണി. മൊയ്ൻ അലി തങ്ങൾക്ക് പിന്തുണയുമായി ലീഗ് നേതൃത്വവും എത്തിയതോടെ മാപ്പ് പറഞ്ഞ് തലയൂരാൻ പ്രതി റാഫി പുതിയകടവിന്റെ ശ്രമം. പാണക്കാട് കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വിവാദം കൊഴുപ്പിക്കാൻ കെ.ടി. ജലീൽ എം.എൽ.എയും രംഗത്തെത്തി. പാണക്കാട് മൊയ്ൻ അലി തങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് ലീഗ് പ്രവർത്തകനായ റാഫി പുതിയകടവ് വധഭീഷണി ഉയർത്തിയത്. ലീഗ് നേതൃത്വത്തെ വിമർശിച്ചാൽ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. തങ്ങളെ നിങ്ങൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ വീൽ ചെയറിൽ പോകേണ്ട ഗതി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നല്ലൊരു ഒരു തങ്ങൾ കുടുംബത്തിലായതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോണ്ടി വരും. പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ലെന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിനെതിരെ മൊയ്ൻ അലി തങ്ങൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ആരും ഇവിടെ ചില്ലയും കൊമ്പും വെട്ടാൻ പോകുന്നില്ലെന്നും അതെല്ലാം ചിലരുടെ തോന്നൽ മാത്രമെന്നുമായിരുന്നു മൊയ്ൻ അലി തങ്ങൾ പ്രതികരിച്ചത്. തുടർന്നായിരുന്നു തങ്ങൾക്കെതിരായ ഭീഷണിക്കെതിരെ മൊയ്ൻ അലി തങ്ങളുടെ പരാതിയിൽ മലപ്പുറം പോലീസ് കേസെടുത്തു. സംഭവം വിവാദമായതോടെ റാഫി പുതിയകടവിനെ തള്ളി ലീഗ് നേതൃത്വം മുന്നോട്ട് വന്നു. മൊയ്ൻ അലി തങ്ങളെ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ ശക്തമായ നടപടി പോലീസ് എടുക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാമും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അംഗീകരിക്കാനാകില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. വിഷയം വഷളായതോടെ മാപ്പ് പറഞ്ഞ് വിവാദവും നിയമ നടപടികളും അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് റാഫി. ഇതിനിടെ മൊയ്ൻ അലി തങ്ങൾക്ക് പിന്തുണ നൽകി വിവാദം കൊഴുപ്പിക്കാൻ കെ.ടി. ജലീൽ എം.എൽ.എയും രംഗത്തെത്തി. പാണക്കാട്ടെ കുട്ടികളെ ഒരാളും തൊടില്ലെന്നും ഹൈദരലി തങ്ങളുടെ മക്കൾക്ക് മാത്രം മഹത്വമില്ലെന്നുമാണ് പൈതൃകവാദികൾ പറയുന്നതെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ തലച്ചോറുള്ള ആരും തയ്യാറല്ലെന്നും കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം.